ഞാൻ കേട്ടത് അങ്കിള് സ്വാതിക്ക് വേണ്ടി പൂജ ചെയ്യാൻ പോയെന്നാ. അല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അങ്കിള് പറ. ഞാൻ പോയതേ അമ്മുവിനെ വിവാഹം കഴിച്ചത് ആരെന്നറിയാനാ. ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവും ഇതേ കാര്യം അന്വേഷിച്ച് അവിടെ പോയി. അയാൾ എന്തെങ്കിലും മനസ്സിലാക്കിയോന്ന് എനിക്കറിയില്ല. പക്ഷേ ഇപ്പൊ അയാളെ പറ്റി ഒരു വിവരവുമില്ല. എന്റെ മകള് അമ്മുവിന്റെ ഭർത്താവ് ആരാണെന്നറിയാൻ താല്പര്യപ്പെടുമ്പോ എനിക്ക് തന്നെ രംഗത്തിറങ്ങേണ്ടി വരില്ലേ? അവളെ ജീവന് തുല്യം സ്നേഹിക്കുന്നു എന്ന് പറയുന്ന നിനക്ക് പോലും അതിനു മാത്രം സമയമില്ല. ശ്രീകുട്ടിക്ക് വേണ്ടി എന്തിനും തയ്യാറായി നിൽക്കുന്ന നിനക്ക് സമയമില്ലാത്തതാണോ അതോ നീ അതിന് മനസ്സ് വെക്കാത്തതാണോ എന്ന് എനിക്കറിയില്ല. എന്റെ മകളുടെ കൂടെ ഒരു പെണ്ണുണ്ടായിട്ട് അവൾ അനിയത്തിയായിട്ട് അവളെ സ്നേഹിച്ചിട്ട് എന്തിനെ ഞാനും അവളെ എന്റെ മകളായിട്ട് അംഗീകരിച്ചിട്ട് അവളുടെ കഴുത്തിൽ താലി കെട്ടിയവൻ ആരാണെന്ന് ഈ കാലം വരെ അന്വേഷിച്ചറിയാൻ ശ്രമിക്കാത്ത ഞാൻ ഒരു പമ്പര വിഡ്ഢിയല്ലേ? അറിയാൻ താല്പര്യമില്ലാത്തവർക്കും അറിയരെന്ന് ആഗ്രഹിക്കുന്നവർക്കും അതിന്റെ വഴിക്ക് പോകേണ്ട കാര്യമില്ല. കാഞ്ചനയും കവിതയും അമ്മുവിനെ കുറിച്ച് പറയുന്നതിൽ എന്താ തെറ്റ്? എന്റെ മോളുടെ ജീവിതം തൊലച്ചു കളഞ്ഞത് അമ്മുവല്ല. പക്ഷേ ഇപ്പോഴും എന്റെ മോക്കതറിയില്ല. നീ എന്താ ഇത്രമാത്രം ആലോചിക്കുന്നത്? അമ്മുവിനെ പറ്റി ഇങ്ങനൊക്കെ പറയാൻ എനിക്കെങ്ങനെ തോന്നിയെന്നല്ലേ? അമ്മുവിന്റെ ഭർത്താവിനെ അമ്മു തന്നെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തിരുന്നെങ്കിൽ വിവാഹ ആൽബം തേടി ശ്രീകുട്ടിക്ക് പോകേണ്ടി വരുമായിരുന്നു. അങ്കിള് കുറച്ച് കൂടുതൽ കഴിച്ചു. നമുക്ക് രാവിലെ സംസാരിക്കാം. അങ്കിളിപ്പോ പോയി കിടന്നുറങ്ങ. ഇതേ ഈ വർഷത്തെ പുതിയ ദിവസം. ഇന്നലെ വരെ അണിഞ്ഞ വിഡ്ഢിവേഷം ഇനി അണിയാൻ ഞാൻ തയ്യാറല്ല. ഞാൻ മാത്രമല്ല എന്റെ മോളും. ഞാൻ അവിടെ പോയി അന്വേഷിച്ചു. പക്ഷേ അവിടെയുള്ളവർക്ക് അമ്മുവിന്റെ ഭർത്താവിനെ കണ്ടാലേ തിരിച്ചറിയാൻ പറ്റൂന്ന്. അവനെ പറ്റി മറ്റൊരു വിവരം പോലും, എന്തിന് അവന്റെ പേര് പോലും അവർക്കറിയില്ല. എന്നുവെച്ചാ നമ്മൾ സംശയിക്കുന്നവന്റെ ഫോട്ടോ അവരെ കൊണ്ടുപോയി കാണിക്കണം. അവനും അവളും ഇടയ്ക്കിടയ്ക്ക് ആ നാട്ടിൽ പോകാറുണ്ടത്രേ. അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് അമ്മുവിനും അവളുടെ ഭർത്താവിനും ഇപ്പോഴും ബന്ധമുണ്ടെന്നല്ലേ? ഇതിവിടെ ആർക്കെങ്കിലും അറിയൂ? അവനാ നാട്ടുകാർക്ക് ഹീറോയാ. അവനും അവളും ഒരേ വീട്ടിൽ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടെന്നാ നാട്ടുകാർ വിശ്വസിക്കുന്നേ. നാട്ടുകാരെ അത്തരത്തിൽ തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിരിക്കുക അവനും അവളും. ഇതിങ്ങനെ തുടർന്നുകൊണ്ട് പോകാൻ പറ്റില്ല. ഇന്നലെ വരെ അമ്മു പറഞ്ഞ കഥകള് ഞാനും ഈ വീട്ടുകാരും വിശ്വസിച്ചു. അവളും ഭർത്താവുമായിട്ട് ഇപ്പൊ ഒരു ബന്ധമില്ലെന്ന് അവള് പറഞ്ഞു വിശ്വസിപ്പിച്ചു. പക്ഷേ അവര് തമ്മിൽ കാണാറുണ്ട്, ഒരുമിച്ച് യാത്ര ചെയ്യാറുണ്ട്. രണ്ടുപേരും ചേർന്ന് നാട്ടുകാരെയും ഇവിടെ ഉള്ളവരെയും വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുക. ചതിയെന്നല്ലാതെ മറ്റെന്തു പറയാനാ? ഇനി അത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല. അമ്മു അവളുടെ ഭർത്താവ് ആരാണെന്ന് ഈ രാത്രി തന്നെ പറയണം. എന്റെയും നിന്റെയും ശ്രീകുട്ടിയുടെയും മുന്നിൽ വെച്ച് നമുക്കത് പറയിപ്പിക്കണം. ഞാൻ പറയിപ്പിക്കും. അവളെ വിടില്ല. നീ എന്നോട് വാ. എന്താ അങ്കിൾ ഈ പറയുന്നത്? സ്വാതി ഇപ്പൊ ഉറങ്ങിക്കാണും. ഇത്രയും കാലം അവൾ ഉറങ്ങുകയായിരുന്നില്ലേ? ഇനി അവൾ ഉണരട്ടെ. അവള് ഉണരണം.
അതിന് നീ എന്തിനു പ്രയാസപ്പെടണം? വാ, നീ എന്റെ കൂടെ വന്നേ പറ്റും. വന്നില്ലെങ്കിൽ ഈ വീട്ടിലുള്ള എല്ലാവരെയും എനിക്ക് വിളിച്ചിറക്കേണ്ടി വരും. പാടാൻ്റെ കൂടെ. ഈ രാത്രി കൊണ്ട് എല്ലാ കള്ളക്കളിയും പൊളിക്കണം. അവൾ അവന്റെ പേര് പറഞ്ഞാൽ അവൻ എവിടെ ഉണ്ടെങ്കിലും രാത്രി തന്നെ ഞാൻ അവനെ ഇവിടെ എത്തിച്ചിരിക്കും. അവന്റെ കൂടെ ഞാൻ അവളെ ഇറക്കി വരും. വാ, വാടാ. ലക്ഷ്മിയെ കൂട്ടിക്കൊണ്ട് ചെല്ലാൻ പറഞ്ഞിട്ട് അങ്കിൾ സ്വാതിയുടെ റൂമിലേക്ക് പോയിരിക്കുക. എങ്ങനെ ഞാൻ ചെന്ന് ലക്ഷ്മിയെ വിളിക്കും? രക്ഷിക്കാനായി താലി കെട്ടിയിട്ട് അവളെ മരണത്തിലേക്ക് വലിച്ചെറിയാൻ പോകുന്ന ഈശ്വര, ഇനി ഞാൻ എന്ത് ചെയ്യും? സ്വാതിയുടെ മുന്നിൽ വെച്ച് അങ്കിള് ലക്ഷ്മിയെ കൊണ്ട് എല്ലാം പറയിപ്പിക്കും. 3 ജന്മങ്ങളാ തകരാൻ പോകുന്ന. എന്നെ ലക്ഷ്മിയെ ചേർത്ത് സ്വാതിയുടെ മനസ്സിൽ വീണ സംശയങ്ങൾ കെട്ടടങ്ങിയതേ ഉള്ളൂ. അതിന്റെ കൂടെ ഇതും. അവൾ എനിക്ക് മാപ്പ് തരില്ല. ലക്ഷ്മി പിന്നെ ജീവനോടുണ്ടാവില്ല. അവള് ജീവൻ ഒടുക്കുന്നുള്ള കാര്യം ഉറപ്പാ. ദൈവമേ, ദുരന്തങ്ങൾ ഒന്നിനു മേലെ ഒന്നായി വന്ന് ഭവിക്കുകയാണല്ലോ. അമ്മുവിന്റെ കഴുത്തിൽ താലി കെട്ടിയത് നീയല്ലേന്ന് തുറന്ന് ചോദിച്ചിരുന്നെങ്കിൽ കാല് പിടിച്ച് കരയായിരുന്നു. ഇതിപ്പോ തീ കുണ്ടത്തിലെറിഞ്ഞ് ജീവനോടെ ദഹിപ്പിക്കുക ഞങ്ങള്. ഇങ്ങോട്ടേക്ക് വന്നത്? വന്നതല്ല, പറഞ്ഞയച്ചതാ. ആര്? പ്രഭേങ്ങള്. നീ പറഞ്ഞ പോലൊന്നും അല്ല ലക്ഷ്മി കാര്യങ്ങള്. പ്രഭേങ്ങള് സത്യം മനസ്സിലാക്കി തന്നെയാ പെരുവണ്ണാപുരത്തുനിന്ന് തിരിച്ചു വന്നിരിക്കുന്നത്. ചേച്ചിയുടെ അച്ഛൻ അങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞത്. അന്നേരം സ്വാതിയുടെ അത് തുറന്നു പറയാതിരുന്നത് മറ്റൊന്ന് അങ്കിള് മനസ്സിൽ കണ്ടിട്ടാ. അങ്കിള് പറയാതെ നമ്മളെ കൊണ്ട് ഏറ്റു പറയിപ്പിക്കാൻ അങ്കിളുടെ നീക്കം. അത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? അങ്കിള് പറയാതെ പറഞ്ഞത് നിന്റെ കഴുത്തിൽ താലി കെട്ടിയത് ഞാനാണെന്നാ. നീ അല്ലടാന്ന് മാത്രമേ ചോദിക്കാതെ ബാക്കി വെച്ചുള്ളൂ. സ്വാതിയുടെ മുന്നിൽ വെച്ച് ഇന്ന് രാത്രി തന്നെ നിന്നെ കൊണ്ട് നിന്റെ ഭർത്താവിന്റെ പേര് പറയിപ്പിക്കാനാ നോക്കുന്നത്. ഇനി നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല ലക്ഷ്മി. ഞാനാണ് നിന്റെ കഴുത്തിൽ താലി കെട്ടിയെന്നതിന് എല്ലാ തെളിവും പ്രഭ അങ്കിളിന്റെ കയ്യിലുണ്ടെന്ന് വേണം കരുതാൻ. നീ ശബ്ദിക്കാതിരുന്നാൽ
അങ്കിൾ സ്വാതിയുടെ മുന്നിൽ വെച്ച് ചോദിക്കുക തന്നെ ചെയ്യും. പിന്നെ എനിക്ക് നിനക്ക് നിഷേധിക്കാനാവില്ല. നിഷേധിച്ച ആ നാട്ടിലുള്ളവരെ അങ്കിൾ ഈ വീട്ടിൽ കൊണ്ടുവരും. ഇതിൽ നിന്നും ഇനി ഒരിക്കലും രക്ഷപ്പെടാൻ സാധ്യമല്ല. നമ്മള് പെട്ടുകഴിഞ്ഞു. ഇങ്ങനൊരവസ്ഥ ഏത് നിമിഷം നമ്മൾ പ്രതീക്ഷിച്ചതാ. ഇത് ഫേസ് ചെയ്തേ പറ്റൂ. ചേച്ചിയുടെ മുന്നില് ഞാൻ ഹൃദയം പൊട്ടി മരിച്ചു വീഴും. നമ്മൾ ഒരു തെറ്റും ചെയ്യാത്തവരാ. മനസ്സുകൊണ്ട് പോലും അരുതാത്തതൊന്നും ചിന്തിച്ചിട്ട് കൂടിയില്ല. സ്വാതിയോട് നമുക്കെല്ലാം ഏറ്റു പറയാം. നിന്റെ കഴുത്തിൽ ഒരാൾ താലി കെട്ടിയ സാഹചര്യം അവൾക്കറിയാവുന്നതല്ലേ? കുട്ടികളെ പോലെ വെറുതെ സംസാരിക്കരുത്. നിങ്ങൾ എന്നെ ഈ വീട്ടിൽ വെച്ച് കണ്ട ദിവസം ചേച്ചിയോട് അക്കാര്യം പറഞ്ഞിരുന്നെങ്കിൽ അത് ഉൾക്കൊള്ളാനുള്ള മനസ്സും ചേച്ചിക്കുണ്ടായേനെ. നിങ്ങളത് പറഞ്ഞില്ല. ഞാൻ ഈ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാനുള്ള പഴുതുകൾ തരികയായിരുന്നു. പക്ഷെ അവിടെ ഞാൻ തോറ്റുപോയി. ആ ഒരു ദിവസം മാത്രമേ ചേച്ചിയുടെ മുന്നില് നിരപരാധികളായി നിൽക്കാൻ നമുക്ക് അവസരം ഉണ്ടായിരുന്നുള്ളൂ. ഇനി അതില്ല. ചേച്ചി മാപ്പ് തരില്ല. മനസ്സ വാച ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിലും നമ്മൾ ചേച്ചി ചതിക്കുകയായിരുന്നു. ലക്ഷ്മി, പിന്നെ എന്തുകൊണ്ട് സഞ്ജു ഈ വിവരം എന്നോട് നേരത്തെ പറഞ്ഞില്ലെന്ന് ചേച്ചി ചോദിച്ചാ തിരിച്ചു പറയാൻ എന്ത് മറുപടിയാ ഉള്ളത്? ഒത്തിരി കടുപ്പുള്ള മരുന്നുകളൊക്കെ കഴിക്കുന്ന ചേച്ചിയുടെ മാനസികാവസ്ഥ പലപ്പോഴും പല തരത്തിലാ. ലക്ഷ്മി, നീ എന്ത് പറഞ്ഞാലും നമുക്ക് സ്വാതിയുടെ റൂമിലേക്ക് പോകാതിരിക്കാൻ നിവൃത്തിയില്ല. പ്രഭ അങ്കിൾ അവിടെ കാത്തിരിക്കുക. നമ്മൾ അങ്ങോട്ട് ചെന്നില്ലെങ്കിൽ അങ്കിൾ സ്വാതിയായിട്ട് ഇങ്ങോട്ട് വരും. അങ്കിള് നന്നായിട്ട് മദ്യപിച്ച നിലയില. എല്ലാം ഇന്നത്തോടെ അവസാനിക്കുകയാണെങ്കിൽ അങ്ങനെ ആവട്ടെ. നെഞ്ചിനുള്ളിൽ ഈ നെരുപ്പോടും പേറി ഇനി ജീവിക്കണ്ടല്ലോ. നീ എന്റെ കൂടെ വാ. ലക്ഷ്മി, നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിന്റെ കഴുത്തിൽ താലി കെട്ടിയത് ഞാനാ. അത് നീ ആവശ്യപ്പെട്ടിട്ടല്ല. എന്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെന്നറിഞ്ഞ് പാതി വഴിയിൽ ഒഴിഞ്ഞു പോയവളാ നീ. എല്ലാ കുറ്റവും ഞാൻ ഏറ്റെടുത്തോളാം. സ്വാതി എന്റെ വിധി നിശ്ചയിക്കട്ടെ. വാ. നിങ്ങളെന്താ ഈ നേരത്ത്? മുത്തച്ഛൻ കിടന്നില്ലേ? കിടന്നതാ. ഒരു പരവേശം വന്ന് കുടിക്കാൻ നോക്കിയ പോരുതുള്ളി വെള്ളമില്ല. വസുമതിയെ വിളിച്ചോണ്ടർന്നുണ്ടെന്ന് കരുതി എണീറ്റ് വന്നത്. മുത്തശ്ശി വെള്ളം എടുക്കുന്നത് ഞാൻ കണ്ടിരുന്നു മുത്തശ്ശ. അതാ ഞാൻ വെള്ളം കൊണ്ടുവരാതിരുന്നത്. വസുമതി വെള്ളം എടുത്തിട്ട് കാര്യമുണ്ടോ മോളെ? അത് റൂമിൽ കൊണ്ടുവരണ്ടേ? നിങ്ങളിപ്പോ അങ്ങോട്ടാ? അതുപോലെ സമയം ഒരുപാട് വൈകിയില്ലേ? ഒന്നുമില്ല മുത്തച്ഛ. പ്രഭയങ്ങള് അമ്മൂനെയും കൂട്ടി സ്വാതിയുടെ അടുത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. പ്രഭയന്തിന് രണ്ടും കെട്ട നേരത്തെ നിങ്ങളെ ശ്രീകുട്ടിയുടെ റൂമിലേക്ക് വിളിപ്പിച്ചത് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അത് നേരം എടുത്തിട്ട് പോരെ. അതിപ്പോ സ്വാതിയുടെ ട്രീറ്റ്മെന്റിനെ പറ്റി എന്തെങ്കിലും വിവരം പറയാനാവും. അതിന് അമ്മൂനെ വിളിക്കുന്നതിന് അല്ല, അമ്മു ശ്രീകുട്ടിക്ക് പോലെ ഉറങ്ങുന്നത്. അത് മുത്തശ്ശ, ചേച്ചിയുടെ അമ്മ കൂടെയുണ്ട്. അതാ ഞാൻ മുറിയിലേക്ക് പോയത്. ഞങ്ങളിപ്പോ എന്താന്ന് അറിഞ്ഞിട്ട് വരാം. മുത്തശ്ശൻ കിടന്നോളൂ. നിക്ക് മോനെ. പ്രഭയ്ക്ക് എന്തോ കാര്യമായ മാറ്റം വന്നിട്ടുണ്ട്. പ്രഭ പറഞ്ഞ പല കാര്യങ്ങളിലും പൊരുത്തക്കേടുമുണ്ട്. ശ്രീകുട്ടിയെ കണ്ടുപോയതിനു ശേഷം പ്രഭ ഇതുവരെ താഴെ വന്നിട്ടില്ല. വഴിയിൽ കാറിനെന്തോ തകരാറ് പറ്റിയെന്ന് പറയുന്നതിലും വിശ്വാസക്കുറവുണ്ട്.
ഏയ് ഞാൻ അങ്കിളിനോട് സംസാരിച്ചല്ലേ, എനിക്കങ്ങനൊന്നും തോന്നിയില്ല. മുത്തച്ഛനെ വെറുതെ തോന്നതാ. അല്ല മോനെ, കുറച്ച് സമയമേ അടുത്ത് കണ്ടിട്ടുള്ളൂവെങ്കിലും പ്രഭയെ ഞാൻ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട്. അമ്മുവിന്റെ നാട്ടിൽ പോയി വന്നതിന് ശേഷം പ്രഭയിൽ നിന്നും പതിവിന് വിരുദ്ധമായ പെരുമാറ്റമാണ് വന്നിരിക്കുന്നത്. കിടന്നപ്പോഴാണ് ഞാൻ അതിനെപ്പറ്റി ആലോചിച്ചത്. ശ്രീകുട്ടിയുടെ സന്തോഷം കാണാനായിട്ട് കേക്ക് മുറിക്കുമ്പോഴെങ്കിലും പ്രഭ താഴോട്ട് വരേണ്ടതല്ലേ? പിന്നെ പ്രഭ നന്നായി മദ്യം കഴിച്ചിട്ടുണ്ടെന്ന് കവിത വസുമതിയോട് പറയുകയും ചെയ്തു. ആ, അത് അങ്കിൾ ഏതോ പഴയ ഫ്രണ്ടിനെ കണ്ട കാര്യം പറഞ്ഞതല്ലേ? എന്തായാലും നിന്നെ അമ്മൂനെയും പ്രഭ റൂമിലേക്ക് വിളിച്ചിരിക്കല്ലേ? കൂടെ ഞാനും വരാം. കാര്യം എന്താണെന്ന് എനിക്കും അറിയണം. രാവിലെ പ്രഭയോടൊന്ന് സംസാരിക്കണമെന്ന് കരുതിയത്. എന്തായാലും എഴുന്നേറ്റ് വരാൻ തോന്നിയത് നന്നായി. മുത്തച്ഛൻ കരുതുന്ന പോലെ ഒന്നുമില്ല. സ്വാതിയുടെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് അങ്കിൾ അവളുടെ മെഡിക്കൽ റിപ്പോർട്ട്സ് സ്റ്റേറ്റ്സിൽ ഒരു ഡോക്ടറിന് അയച്ചിരുന്നു. അവിടെ ഇപ്പൊ പകലല്ലേ, അതിന്റെ റിപ്ലൈ വന്നു കാണും. മുത്തച്ഛൻ ഇനി ഉറക്കം കളയാതെ റൂമിലേക്ക് ചെല്ല്. കാര്യങ്ങളൊക്കെ ഞാൻ രാവിലെ പറയാം. ചെല്ല് മുത്തച്ഛ. ചെന്ന് കിടന്നാലും എനിക്ക് ഉറക്കം വരില്ല. എന്തായാലും വിവരങ്ങൾ അറിഞ്ഞിട്ട് തന്നെ പോകാം. അല്ല, നിങ്ങളെന്താ മടിക്കുന്നത്? പിന്നെ ഞാൻ അറിയാൻ പാടില്ലാത്ത എന്തെങ്കിലും ആണോ? എന്നാൽ എനിക്കൊന്നും അറിയണമല്ലോ. വാ എൻ്റെ കൂടെ രണ്ടാളും. ഇത് എന്ത് ചെയ്യും? എനിക്കറിയില്ല. വാങ്ങോട്ട് ഞാൻ പറയട്ടെ. വരാൻ. പ്രഭയം മോള് ഉറങ്ങിയല്ലോ മോനെ. ഉറങ്ങിയ നിലയ്ക്ക് ഇനി അവരെ ഉണർത്തേണ്ട മുത്തച്ഛ. ഇങ്ങനെ ഇരുന്നാണോ ഉറങ്ങേണ്ടത്? ശ്രീകുട്ടി ഇതേ ഇരിപ്പിൽ ഉറങ്ങാൻ പാടില്ല. പ്രഭേ, പ്രഭേ കണ്ണു തുറക്ക്. പ്രഭേ, നീ ഇങ്ങനെ മോളെ ഇരുത്താതെ അവളെ കിടത്ത്. അങ്കിള് കുറച്ച് മദ്യപിച്ചിട്ടുണ്ട്. പിന്നെ ഈ യാത്രാക്ഷീണമുണ്ട്. എത്ര വിളിച്ചാലും പ്രഭ അങ്കിൾ ഉണരാൻ പോകുന്നില്ല. മോളെ ശ്രീകുട്ടി, ഇവളും ഉണരുമെന്ന് തോന്നുന്നില്ല മുത്തച്ഛ. മരുന്നിന്റെ സെഡേഷൻ ഉണ്ട്. എന്നാ ഇവളെ നേരെ കിടത്ത്. പിടി വിട്ടിവള് കുഴിഞ്ഞു വീണു പോകും. അമ്മോ വാ. ഇവര് ഉറങ്ങട്ടെ മുത്തച്ഛ. അങ്കിൾ ഇവൾക്കൊപ്പം ഇരിക്കാൻ വന്നതാ. അതാ വല്യപ്പച്ച റൂമിലേക്ക് പോയത്. നിങ്ങൾ വയ്ക്കൂ. ഇനി സംസാരമൊക്കെ രാവിലെ ആകാം. മുത്തച്ഛൻ ചെല്ലേ. അച്ഛനെ ഇങ്ങനെ ഇരുത്തിയാ മതിയോ? ഇപ്പൊ അങ്കിളിനെ ഉണർത്താതിരിക്കുന്നില്ലേ നല്ലത്. എന്തായാലും നിന്റെ ദൈവം നിന്നെ രക്ഷിച്ചു. നേരം പുലർന്നാലോ? ഈ ഒരു രാത്രി കൊണ്ട് എല്ലാം അവസാനിച്ചു എന്നാണോ നിങ്ങൾ കരുതുന്നത്?
നാളെ അങ്കിളിന് സുബോധം തിരിച്ചു കിട്ടും. സ്വാതിയുടെ മുന്നിൽ വെച്ചൊരു വിചാരണയ്ക്ക് അങ്കിള് നല്ല ബോധത്തോടെ തയ്യാറാവില്ല. എല്ലാം അങ്കിളിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. നീ പൊയ്ക്കോ. ഇനി സ്വാതിക്ക് കൂട്ടായി അങ്കിള് മതി.